നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ സ്ഥാനാർത്ഥിയാകണോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്ന് CPM നേതാവ് EP ജയരാജൻ. തന്റെ മനസ്സിലിരിപ്പ് പാർട്ടിയിൽ പറയും. സിറ്റിംഗ് MLA മാർ മത്സരിക്കണം എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ലെന്നും EP ജയരാജൻ 24-നോട് പറഞ്ഞു. ഒരാൾ തന്നെ സ്ഥിരം എത്ര കാലം നിങ്ങളിവിടെ ഇരിക്കുന്നത്, ഇനി ഇങ്ങോട്ട് വരണം, തോൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലൊന്നും വലിയ കഴമ്പുള്ളതല്ല അത്. കാരണം ഇതൊക്കെ വെറും വ്യാഖ്യാനങ്ങളാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് സംബന്ധിച്ച് അത് കാര്യങ്ങളെല്ലാം പാർട്ടി തീരുമാനിക്കലാണ്. ആര് മത്സരിക്കണം, ആര് മത്സരിക്കേണ്ട, എങ്ങനെ എല്ലാം പാർട്ടി തീരുമാനിക്കും. ആ പാർട്ടിയിലുള്ള ആളുകളെല്ലാം ആ പാർട്ടി തീരുമാനം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ദീപക് തർമ്മടവുമായി EP ജയരാജൻ സംസാരിക്കുകയായിരുന്നു. താൻ അടുത്ത പുസ്തകം എഴുതി തുടങ്ങിയെന്നും EP 24-നോട് പറയാൻ വിട്ടുപോയ പല കാര്യങ്ങളും അടുത്ത പുസ്തകത്തിൽ ഉണ്ടാകുമെന്നും EP ജയരാജൻ പറഞ്ഞു. 24 ബിഗ് എക്സ്ക്ലൂസീവ്. അടുത്ത പുസ്തകം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് അധികം താമസിയാതെ പ്രസിദ്ധീകരിക്കും. അത് ഈ പുസ്തകം പോലെ ആയിരിക്കില്ല. അതിൽ പറയാത്ത പലതും ഉണ്ടാവും. നിങ്ങൾക്കറിയപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അതൊരു ഏത് രീതിയിലായിരിക്കും? അതിൻ്റെ ഒരു സൂചനകൾ നല്ല രീതിയിൽ തന്നെയായിരിക്കും. CPM സെക്രട്ടേറിയറ്റിൽ നിന്ന് നടക്കാനിരിക്കെയാണ് EP ജയരാജന്റെ പ്രതികരണം വരുന്നത്. ദീപക് തർമ്മടം കോഴിക്കോട് നിന്ന് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്. EP നല്ല മൂഡിലായിരുന്നോ? വെരി ഗുഡ് മോർണിംഗ് SKN. EP നല്ല മൂഡിലാണ് SKN. EP നിരവധി കാര്യങ്ങൾ നമ്മുടെ ആൻസർ പ്ലീസിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മനസ്സ് തുറന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ മോർണിംഗ് ഷോയിൽ ബ്രേക്ക് ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം EP രണ്ടാമത് പുസ്തകം എഴുതാൻ പോകുന്നു. EPയുടെ ആദ്യ പുസ്തകം ഉണ്ടാക്കിയ വിവാദങ്ങളും അത് കഴിഞ്ഞ് പിന്നീട് വിവാദമില്ലാത്ത ഒരു വളരെ സരസമായ രീതിയിലുള്ളൊരു പുസ്തകം ഇറങ്ങുകയും ചെയ്തു. പക്ഷേ എന്നാൽ EP പറയാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടി രണ്ടാമത്തെ പുസ്തകം എഴുതി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാദ്യമായി അദ്ദേഹം പറയുന്നത് 24-നോടാണ്. ഞാൻ വീണ്ടും പുസ്തകം എഴുതുകയാണ്, അതിൽ നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഞാൻ ചോദിച്ചു, വിവാദമാകുമോ എന്നുള്ളത്. പുസ്തകം ഇറങ്ങിയിട്ടല്ലേ വിവാദമാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? വിവാദത്തിന് വേണ്ടിയല്ലല്ലോ പുസ്തകം എഴുതുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം പറയാനല്ലേ എന്നുള്ളതാണ് SKN പറഞ്ഞത്. മറ്റൊരു കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പരിചയസമ്പന്നർ മത്സരിക്കണം, സിറ്റിംഗ് MLA മാർ മത്സരിക്കണം എന്നുള്ള നിലയിലെ ചർച്ചകൾ CPIM-ൽ നടക്കുന്നുണ്ട്, ടേം വ്യവസ്ഥകൾ മാറ്റാൻ. എന്നാൽ അങ്ങനെ ഒരു കാര്യമില്ല. സിറ്റിംഗ് MLA-മാർ എത്ര പേർ തോൽക്കുന്നുണ്ട്, പരിചയസമ്പന്നർ തോൽക്കുന്നില്ലേ, അതെല്ലാം വെറും വ്യാഖ്യാനം മാത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് പാർട്ടി തീരുമാനിക്കുമെന്നുള്ളതാണ്. അതായത് മത്സരിക്കും എന്ന സാധ്യതയെക്കുറിച്ച് അദ്ദേഹം തള്ളിക്കളയുന്നില്ല, നിരാകരിക്കുന്നില്ല. EP ജയരാജൻ അംഗത്തിനിറങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ അത് പാർട്ടി തീരുമാനിക്കുമെന്ന നിലപാടാണ്. ഞാൻ പാർട്ടിയിൽ പറയും എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു, പൊതുജന സേവനത്തിൽ സജീവമായി നിൽക്കണം മരിക്കുന്നത് വരെ എന്നാണ് ആഗ്രഹം. അപ്പോൾ അതിന് ചില സൂചനകളുണ്ട് SKN. ഏതായാലും ഈ ആൻസർ പ്ലീസിൽ അദ്ദേഹം നിരവധി രാഷ്ട്രീയ കാര്യങ്ങൾ, MV ഗോവിന്ദൻ മാസ്റ്ററുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, പാർട്ടിയിൽ അസംതൃപ്തനാണോ, അങ്ങനെ നിരവധി കാര്യങ്ങൾ, മുഖ്യമന്ത്രിയെക്കുറിച്ചെല്ലാം അദ്ദേഹം മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.